പാലക്കാട് MLA വിളിച്ചിട്ടുണ്ടമ്മ? ഒരു ഫ്രിഡ്ജൊന്നുമില്ല, ഞാനൊരു ഫ്രിഡ്ജ് നാളെ വന്നു. അതെങ്കിൽ നാളെ വാർത്ത അല്ല, ഇത് ആഡംബര ഫ്ലാറ്റാന്ന് പറഞ്ഞിട്ട് ആഡംബര ഫ്ലാറ്റാന്ന് പറഞ്ഞ ഇവിടെ വന്നിട്ട് ഒരു ഫ്രിഡ്ജിൽ കയറി. ഞാൻ പറഞ്ഞൊരു ഫ്രിഡ്ജ് അത്യാവശ്യം വാങ്ങിക്കണം. വാങ്ങിച്ചോ ഫ്രിഡ്ജ് വാങ്ങിക്കാം. അവന്റെ മുഖമെല്ലാം മറക്കാനാണ്. സാധനം മറക്കാൻ. ശരി ശരി. MLA പെങ്ങളാണോ? പഴയ MLA മൈൻഡ് ചെയ്യണം. സന്തോഷം, ഒത്തിരി സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. വീട് മുഴുവൻ ജനപ്രതിനിധികളായി, കുടുംബത്തിൽ ഒരു ജനപ്രതിനിധി. സന്തോഷം. പത്തനംതിട്ട നിർത്തി പാലക്കാട് MLA അമ്മയായി. വളരെയധികം സന്തോഷം. അതിന് ഞാൻ നന്ദി പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്കാണ്. പിന്നെ അവനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ച അവന്റെ പ്രസ്ഥാനത്തോട്, ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? അതെന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവാതിരിക്കത്തില്ല, ഞാനൊരു അമ്മയല്ലേ. അപ്പൊ അതിന്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം, എന്തായാലും അത് കള്ളമാണെന്ന്. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാവില്ല, പാലക്കാടിന്റെ വീടെടുത്തോട് കൂടുതലേ കൂടുവാ. ഇത് വാടക ഫ്ലാറ്റാണ്, ഇനിയിപ്പം പുതിയ വീടൊക്കെ എടുക്കും. അങ്ങനെ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. ഫ്ലാറ്റിൽ ഫ്രിഡ്ജിലെന്ന് പരാതി പറഞ്ഞു BC വിഷ്ണുനാഥ് MLA. അത് വിഷ്ണു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, ആഡംബര ഫ്ലാറ്റാണ് അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഫ്രിഡ്ജും TV ഒന്നുമില്ല. MLA ഫ്രിഡ്ജാണോ ആദ്യം വാങ്ങിക്കാൻ? ഉറപ്പായിട്ട് അത് വിഷ്ണുവിന്റെ കാര്യം വിഷ്ണുവിന്റെ രാവിലെ ഇനി എങ്ങനെയാണ് ഇവിടെ വീടെടുക്കുക? ഈ ഫ്ലാറ്റിൽ തുടരും? എന്താണ് ഇവിടെ തുടരും? പിന്നെ MLA ഓഫീസൊക്കെ തുടങ്ങാനുള്ളതായോ അതോ ഷാഫിയുടെ ഓഫീസിൽ തന്നെ? ഇല്ല, പുതിയ ഓഫീസായിരിക്കും. എത്രയും പെട്ടെന്ന് ഇവിടെ കെട്ടിക്കെട്ടിക്കാനാണെന്നൊരു ഇത് കേട്ടോളാണ്. ഇല്ല, അങ്ങനല്ല. അതിനിപ്പം ഞാൻ വിചാരിച്ചാൽ പോലും അങ്ങനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രതിച്ഛായല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നടക്കില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസ് എടുത്ത് പ്രവർത്തനം ആരംഭിക്കും. അമ്മയുടെ ഒരു ചോദ്യം, കഴിഞ്ഞ തവണ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴേ പാർട്ടി പ്രവർത്തകരും ഒക്കെ പറഞ്ഞിരുന്നു അടുത്ത തവണ രണ്ടാളും കൂടി വരണം. ഇപ്പൊ രണ്ടാളല്ല, ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു 5-6 പേരുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളല്ല. പിന്നത്തെ കാര്യമില്ല. അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ. സത്യപ്രതിജ്ഞ സ്പീക്കറാണ് ഡേറ്റ് തീരുമാനിക്കുന്നത്. ഫ്രിഡ്ജാണല്ലോ, അത് വിഷ്ണു അതും തീരുമാനമായി.